നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അതിനായിട്ട് തേങ്ങ, പുട്ടുപൊടി, സവാള, വറ്റൽമുളക് ചതച്ചത്, ക്യാരറ്റ്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പുട്ടുകുറ്റി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇവിടെ പുട്ട് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം.